അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവർക്കും തന്നു ചെറിയൊരു ആയുസ്. ആ ആയുസ് തന്ന റബ്ബ് ഞങ്ങളിൽ ചൊന്നു, ഈ ദുനിയാവില് നിങ്ങളെ നാക്കടുത്തിറോ അയ്യുഹും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനാക്കടെ ആൾമാർ ആറിട്ട് പരിശോധിക്കുവാനായിട്ട് ഇടിക്കട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും ദുനിയാവുക അല്ലാഹു കടത്തിറോ. ആ ഒരു പ്രവർത്തനത്തെ മേലായിട്ടിക്കട് ഞങ്ങളെ വിജയ പരാജയ ഉള്ളോണ്ടായിട്ടിക്കട്. ഈ ഒരു ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തും മനുഷ്യന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് ഏകാംഗിയായിട്ട് സ്വാർത്ഥ ആത്മാരായിട്ട് ജീവിക്കുകയോ ഞങ്ങൾക്ക് സാധ്യമല്ല. ഒന്നല്ലെങ്കിൽ ഒന്നോ ഇത്ര ആൾമാരെ സഹായ ഞങ്ങൾ വേണം. നക്കാരെയും സഹായ വേണ്ട, നക്കാരെയും അഗത്യയില്ല, നക്കാരെയും ഹെൽപ്പ് വേണ്ട എന്ന് ചൊല്ലുകയോ ദുനിയാവിൽ ഒരു മനുഷ്യർക്കും സാധ്യമില്ലാണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ ഒന്നോ ഇത്ര ആൾമാരെ ഞങ്ങൾ അവലംബിച്ചിട്ട് സപ്പോർട്ടിലായിട്ട് ഞങ്ങൾ ഉള്ളു. കാരണം മനുഷ്യൻ ചൊല്ലത് അതൊരു സാമാജിക ജീവിയായിട്ടിക്കട്. സിംഗിളായിട്ട് ആരെയും അകത്തിയില്ല ചൊന്നിട്ടു ജീവിക്കുകയോ ദുനിയാവില് ഞങ്ങൾക്ക് ആർക്കും സാധ്യമല്ലാണ്ടായിട്ടിക്കട്. അപ്പൊ ഈ ഒരു വ്യവസ്ഥയില് അല്ലെങ്കിൽ ഞങ്ങളെ ഈ ഒരു വാതാവരണത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴത്തും ഞങ്ങൾ ഇത്ര ആൾമാരെ സഹായിക്കുമ്പോഴത്തും ഇത്ര ആൾമാരൊട്ടിಗೆ റഹ്മ കിറുഫ കാട്ടുമ്പോഴത്തും ഇത്ര ആൾമാർക്ക് വേനായിട്ട് സഹായ സഹಕಾರ ആക്കുമ്പോഴത്തുകായിട്ടിക്കട് ഞങ്ങളെ ഒരു മനുഷ്യാണ്ട് ഗുരുതിസോ. ഇല്ലെങ്കിൽ ഞങ്ങളെ മനുഷ്യാൻ ചൊല്ലുക സാധ്യമല്ല. ഇത്ര ആൾമാരെ കഷ്ടങ്ങൾ അർത്ഥാക്കുമ്പോഴത്തുകായിട്ടിക്കട് യഥാർത്ഥത്തില് ഞങ്ങൾക്ക് അള്ളാഹുടെ പടച്ച റബ്ബുടെ പിറുസ് ഞങ്ങൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ ചൊല്ലട്ട, ഇന്നലെ നാണ് റായത്തെ പോയിട്ട് ബസ്സിൽ വന്നോണ്ടിന്ന്. അപ്പൊ ബസ് ഫുള്ളായിട്ട് റഷുണ്ട്. ചൊമ്മത്താൽമാർ സ്റ്റാൻഡിങ്ങിലുള്ളാറ് നാണും സ്റ്റാൻഡിങ്ങിലായിട്ടിക്കട് നിണ്ടിട്ടായിട്ടിക്കട് ബസ്സിലുള്ളൂ. കാരണം അത്രമാത്രം റഷായിട്ടിക്കട് നാ ഗൊന്തുണ്ടോ. ഞായറാഴ്ച ഫംഗ്ഷൻ ആയിട്ടിക്കട് മുന്നുള്ള ഞായറാഴ്ച ചൊല്ലെങ്കിലോ ഫ്രീ ഇപ്പൊ അങ്ങനല്ല. ഞായറാഴ്ച ആയിട്ടിക്കടി ചൊമ്മ റഷുള്ളൂ നാളിട്ട് ഇപ്പത്തൊരു അവസ്ഥ എങ്ങനെ ആയിട്ടിക്കട്. മുസ്ലിമീങ്ങളെയും ഞങ്ങൾ അമുസ്ലിമീങ്ങളായ സഹോദരന്മാരെയും ചൊമ്മത്തെ കാര്യക്രമം ഇന്നലെ ഇന്നിട്ട് ബസ് ഫുള്ളു റഷായിട്ടിക്കട്. അങ്ങനെ ഇക്കുമ്പോത്തുകോ എന്റെ റായത്തെ ഒരാള് ഒരു അമുസ്ലിമായിട്ടുള്ള സഹോദര, അയാളെ ഒരു മോലെ കൽത്തിലിട്ടിട്ട് അയാള് നിന്നിട്ടുണ്ട്. നാണ് ബസ് പത്തുമ്പോ അയാള് നിന്നിട്ടുണ്ട്. ഒരു 5 വയസ്സുള്ള മോളും ആ മോളും ഇങ്ങനെ വറങ്ങിട്ട് ആ ടൈമിലു അയാൾ കുറെ ആളെ റിക്വസ്റ്റ് ആക്കി ഒരു സീറ്റ് നക്ക് തറും. 6 ഇഞ്ച് കൊടുത്തില്ല. ഒരു പെണ്ണിങ്ങലയില് അയാൾ ചൊന്തു, നിങ്ങൾ സീറ്റ് തന്നില്ല വേണ്ട, ഈ മോലൊന്ന് നിങ്ങൾ പിടിക്കറുണ്ട്. ആ പെണ്ണിങ്ങ സത്തന അപ്പുറം നോക്കി. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിട്ട് മനുഷ്യരൊട്ടിಗೆ കിറുഫ കുറഞ്ഞോണ്ടുള്ള എണിക്കത്തെ ഒരു കാലത്തിലായിട്ടിക്കിട് ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളൂ. കാരണം ഞങ്ങൾ എല്ലാവരും ഇണ്ട് ഒരു കമ്പൗണ്ട് ഉൾഗായിട്ട് നാണും നന്റെ പെഞ്ഞായി നന്റെ മക്കാൻ ചൊല്ലുകണിക്കത്തെ ഒരു ബൗണ്ടറിന്റെ ഉൾഗ ഞങ്ങളുടെ ബാക്കിയായി പോയിട. യഥാർത്ഥത്തില് ഒരു മുസ്ലിം അങ്ങനെയല്ല. ഒരു മുസ്ലിം ചൊന്നേണ്ടെങ്കിൽ അവനോ ഇത്ര ആൾമാരെ സഹായിക്കുന്ന വിഷയത്തില് അവന്റെ പല ബാധ്യതയും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടി തന്നത്. ನೆರೆಕರೆಗಳೊಟ್ಟಿಗುಳ್ಳ ಬಾಧ್ಯತೆ, ಅವನ ಜಮಾಅತರಗಳೊಟ್ಟಿಗುಳ್ಳ ಬಾಧ್ಯತೆ, ಅವನ ಫ್ರೆಂಡ್ಸ್ಮಾರೊಟ್ಟಿಗೆ, ಕುಟುಂಬತ್ತಗಳೊಟ್ಟಿಗೆ, ಮಕ್ಕಳೊಟ್ಟಿಗೆ, ವಯಸ್ಸರಗಳೊಟ್ಟಿಗೆ, ಮಕ್ಕಳೊಟ್ಟಿಗೆ
ഇനെ പ്രതി ഓരോ വിഷയവും പരിശുദ്ധമായ ഇസ്ലാം ഞങ്ങൾ പഠിപ്പാട്ടി തന്നിരിക്കത്തെ വിഷയമായിട്ട് ഓരോരുത്തരെയും പ്രത്യേകമായിട്ടുള്ള ബാധ്യത ഞങ്ങൾ കൊണ്ടു ആ ബാധ്യത നിർവഹിക്കാണ്ട് നാണും തന്റെ മക്ക പെഞ്ഞായി ചെന്നിട്ട് ജീവിച്ചേണ്ട് കണ്ടെങ്കിൽ ദുനിയാവിൽ ജീവിക്കാം, പക്ഷേ ഖബറിലാവട്ടെ സ്വർഗത്തിലാവട്ടെ ഒരു ഉന്നതിക്ക് ഒരു വിജയത്തെ ഞങ്ങൾ എത്തുക സാധ്യമല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് സ്വഹാബത്തുൽ കിറാം കേട്ടിട്ട്, അല്ല നബിയെ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗണിക്കത്തെ ഏറ്റവും അത്യുന്നത സ്ഥാനത്തിലുള്ള ഗണിക്കത്തെ ആള് ആറിട്ട് ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ സ്വഹാബത്തുൽ കിറാം കേട്ടിട്ടാമോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നഗണിക്കത്തെ ഒരു പലക്കമുണ്ട്. അൻഫഅഹും മിനന്നാസ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മനുഷ്യന്മാർക്ക് ഉപകാരാക്കുന്ന ഗണിക്കത്തെ ഒരു ഹെൽപ്പിംഗ് നേച്ചർ ഉള്ള ഗണിക്കത്തെ സ്വഭാവമുള്ള ഗണിക്കത്തെ ഇത്ര ആൾമാരെ കഷ്ടങ്ങളും ബേജാറും അർത്ഥാക്കിയിട്ട് അംഗബേനായിട്ട് സ്പന്ദനാക്കുന്ന ഗണിക്കത്തെ ആൾമാരായിട്ട് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്യുന്നത ആൾമാർ നിസ്കരിക്കണം, നോമ്പടിക്കണം, ഹജ്ജ് ചെയ്യണം, ഇതെല്ലാം വലിയ വലിയ ഇബാദത്തായിട്ട്. അതേ സമയത്തില് കാലിയൊരു നിസ്കാര അല്ലെങ്കിൽ കാലിയൊരു നോമ്പും ഹജ്ജ് ഇങ്ങനത്തെ ഇബാദത്ത് മാത്രമായിട്ട് രക്ഷപ്പെടുക നിങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നിങ്ങളെ ഇഷ്ടപ്പെട്ടെപ്പാൻ ചൊന്നേണ്ടെങ്കിൽ അത് ഇത്ര ആളുമാർഗബേനായിട്ട് നിങ്ങൾ ജീവിക്കുമ്പോയിട്ടിക്കട്. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ കാപ്പുലായിട്ടും മജൂറിലായിട്ടും എത്രമാ സംഘടനകൾ ഇതൊക്കെ വേണമായിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടുണ്ടോ ചൊല്ലത് ഈ കാലത്തിൽ ഞങ്ങൾ അഭിമാനത്തിൽ ചൊല്ലണായ ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കട. അൽഹംദുലില്ലാഹ്, അങ്ങനെ എല്ലാ കാര്യക്രമവും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളെ മിസ്കീൻ എംപവർമെന്റ് ഫൗണ്ടേഷൻ ചെമ്മ കാര്യക്രമത്തിന് നാനേ സാക്ഷിയായിട്ട് എത്രയോ പാവപ്പെട്ട ആൾമാർക്കും സഹായിച്ചതും അതുപോലെ ചില കഷ്ടത്തിലുള്ള ആൾമാർക്ക് അതാ റിക്ഷ എടുത്തു കൊടുത്തിട്ടും നയിപ്പിട വ്യവസ്ഥ ആക്കി കൊടുത്തതും ഇങ്ങനെ പല നിലക്കുള്ള കാര്യക്രമ ആക്കിയതെല്ലാം നിങ്ങൾ സാക്ഷിയായിട്ട്. അപ്പൊ ഈ രൂപത്തിൽ ഇത്ര ആൾമാർക്ക് കിറുഫ കാട്ടുമ്പോ ഹബീബ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നടിക്കത്തെ ഒരു പലക്കമുണ്ട്. അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കിറുഫ കാട്ടുകടിക്കത്തെ ഒരു വിഭാഗമുണ്ട്. അതാറ് യർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഈ ഭൂമി ലോകത്തിലുള്ള ഗണിക്കത്തെ മനുഷ്യന്മാർക്ക് ഇത്ര ജീവിങ്ങക്ക് കിറുഫ കാട്ടുകടിക്കത്തെ റഹ്മ കാട്ടുകടിക്കത്തെ ആൾമാർക്ക് യർഹമുകും മൻ ഫിസ് സമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നൊരു പലക്കമുണ്ട്. ആകാശത്തിലുള്ള ഗണിക്കത്തെ മലായികത്തുൽ കിറാമും യജമാനനായ റബ്ബും അങ്ങക്ക് കിറുഫ കാട്ടാറിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാടിത്തണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന ചരിത്ര പഠിക്കുമ്പോത്തുകൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലൈഫിന്റെ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കേണ്ട കണ്ടെങ്കിൽ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ഓരോ ഘണ്ടയും ഓരോ നാളും സമുദായത്തുകവേനായിട്ട് ഉമ്മത്തുകവേനായിട്ട് ജീവിച്ച ഗണിക്കത്തെ നേതാവായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മരിക്കട സമയത്ത് ഉമ്മത്തി സമുദായത്തെ നടപ്പാക്കിയ ഒരു നേതാവിനെ കണ്ടെങ്കിൽ അഷ്റഫുൽ വറാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാത്രമായിട്ട്. ഓ നന്റെ പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ, യാരെന്തും നാണ് ചൊല്ലുള്ളതാണ് നോക്കൂ. ഞങ്ങളെ മധ്യത്തില് ചമ്മ കഷ്ടത്തിലുള്ള ഗണിക്കത്തെ എത്രയോ ആൾമാറുള്ള ചിലപ്പോ ഞങ്ങൾക്ക് എതിർക കാണോ കിട്ടില്ലാണ്ട് കണ്ടെങ്കിലും കഞ്ഞി കുടിക്കോ കത്തിയില്ലാത്ത ഗണിക്കത്തെ ആൾമാർ, ഒരു നേര ഫുഡ് സമകിട്ട് തിന്നുകില്ലാത്ത ഗണിക്കത്തെ ആൾമാർ ഞങ്ങളെ മധ്യത്തിലുള്ള
മാത്രമല്ല മക്കളെ സ്കൂൾ ഫീസ് കെട്ടുകാവാട്ട് പഠിപ്പാട്ടുകാവാട്ട് കഷ്ടപ്പെട്ട് ഗണിക്കത്തെ എത്രയോ കുടുംബങ്ങളുടെ ഉണ്ട്. അതേപോലെ രോഗത്തിലായിട്ട് ചികിത്സിക്കുക, ഡോക്ടർക്ക് ഹോസ്പിറ്റലുകൾക്ക് കാശ് കൊടുക്കുക സാധ്യമല്ലാണ്ട് ബേജാറിലും ദുഃഖത്തിലും നമ്പലത്തിലും ഗണിക്കത്തെ എത്രയോ മനുഷ്യങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. യതീമായിട്ടുള്ള എത്രയോ മക്കങ്ങളുള്ള, വിധവങ്ങളായിട്ട് മാപ്പിള നഷ്ടപ്പെട്ടു പോയ ഗണിക്കത്തെ എത്രയോ വിധവകളായിട്ടുള്ള ഉമ്മമാർ പെണ്ണിങ്ങ എത്രയോ ഉള്ള. അപ്പൊ ഇങ്ങനത്തെ എല്ലാം ആളുമാരെ അർത്ഥാക്കിയിട്ട് അങ്ങനെ നമ്മളെ മനസ്സിലാക്കിയിട്ട് അംഗഗബേനായിട്ട് പ്രവർത്തിക്കുമ്പോ, അംഗഗബേനായിട്ട് നിങ്ങൾ സഹായിക്കുമ്പോ അപ്പോഴായിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു മുസൽമാൻ, ഒരു മുസ്ലിം ചൊന്നിട്ട് മാത്രം അല്ലാണ്ട് കാലി നാം കെ വാസ്തെ മുസ്ലിമായിട്ട് കോയി ഫായിദ നഹി, ഒരു ഉപകാരവും ഇല്ലാണ്ടായിട്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മക്കത്ത് ഹജ്ജ് ഗബേനായിട്ട് പോന്നു. ഹജ്ജിന്റെ കർമെല്ലാം തീർന്നാൽ പിന്നെ മസ്ജിദുൽ ഹറമിൽ വെച്ചിട്ട് അതാ മക്കത്തെ പള്ളിയിൽ വെച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉറങ്ങിക്കിടക്കുമ്പോ അതാ കിനാവുൽ ജണ്ട മലായികത്തുൽ കിറാം പണ്ഡിത കാണ്ട്. ആ ജണ്ട മലായികത്തുൽ കിറാം വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് പലക പറയത് കാണ്ട്. എന്തിനാ പലക പറോ? ഇതാ ഒരു മലക്ക് കേക്കിട്, ഇനൊരു മലക്കൊട്ടിಗೆ ഈ വർഷ എത്ര ആൾമാരുടെ ഹാജിമാർ വന്നറാർ, എത്ര ആൾമാരുടെ ഈ വർഷ ഹജ്ജാക്കിടാറുണ്ട്. ഒരു മലക്ക് ഇനൊരു മലക്കൊട്ടിಗೆ കേൾക്കുമ്പോ ആ മലക്ക് ചൊല്ലു, ഈ വർഷത്തില് 6,600,000 അതാ ഹുജ്ജാജ്, 6 ലക്ഷം ഹാജിമാർ ഈ ബട്ട ഹജ്ജ് ഗബേനായിട്ട് വന്നറാറിട്ട് ഒരു മലക്ക് ഇനൊരു മലക്കൊട്ടിಗೆ ചൊല്ലു. അപ്പൊ ആ മലക്ക് കേക്കിട്, ഈ 6 ലക്ഷം ആൾമാരിൽ എത്ര ആൾമാർ ഹജ്ജായിട്ടിക്കിട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കിരെ. എത്ര ആൾമാർ ഹജ്ജ് യജമാനനായ റബ്ബ് ഖബൂലാക്കിരട്ട് ഒരു മലക്ക് ഇനൊരു മലക്കൊട്ടിಗೆ കേൾക്കുമ്പോ ആ മലക്ക് ചൊല്ലു, ഒരാളെ ഹജ്ജും ഈ ബട്ട അല്ലാഹു ഖബൂലാക്കിയിട്ടില്ല. 6 ലക്ഷം ആളുമാർ ഹജ്ജ് ചെയ്തിട്ട് ഈ ബട്ട ബന്ധ ഗണിക്കത്തെ 6 ലക്ഷത്തില് ഒരു ആളെ ഹജ്ജ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കിയിട്ടില്ല. അതേ സമയത്തില് ദിമസ്കിലുള്ള ഗണിക്കത്തെ മുഅഫ്ഫിഖ് ചൊല്ല ഗണിക്കത്തെ ഒരാളുണ്ട്. അയാൾ ഹജ്ജ് അല്ലാഹു ഖബൂലാക്കിയിട. പക്ഷേ അയാൾ ഹജ്ജിಗೆ വന്നിട്ടില്ല. പക്ഷേ അയാൾ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കിറാട്ട് ഒരു മലക്കിനൊരു മലക്കൊട്ടിಗೆ ചൊല്ലു. എന്നിട്ട് ആ മലക്ക് ചൊല്ലു, ആ മനുഷ്യ ചുറുപ്പ് തിന്നുര ഗണിക്കത്തെ ദമസ്കിൽ വെച്ചിട്ട് ചുറുപ്പ് തിന്നിട്ട് ചെറിയ കാസ് അതാ അതിരെ ആ ഒരു ചെറിയ സമ്പാദനാക്കിട ഗണിക്കത്തെ ചെറിയൊരു നൈപുല്യ ഗണിക്കത്തെ പാവപ്പെട്ട ഗണിക്കത്തെ മുഅഫ്ഫഖ് ചൊല്ല ഗണിക്കത്തെ മനുഷ്യരെ ഹജ്ജ് മാത്രമായിട്ട് അല്ലാഹു ഖബൂലാക്കിടോ. അയാളെ ഹജ്ജ് ഖബൂലാക്കി കാണാൻ കൊണ്ടിട്ട് ഈ 6 ലക്ഷം കൂടി ഗണിക്കത്തെ 6 ലക്ഷം ഹാജിമാർ ഹജ്ജ് അയാളെ കാരണം കൊണ്ട് അല്ലാഹു ഖബൂലാക്കിയാട്ട് ഈ മലക്ക് ഇനൊരു മലക്കൊട്ടിಗೆ ചൊല്ല ഗണിക്കത്തൊരു സംഭവ ഘടന പരിശുദ്ധമായ മഹാന്മാർ ഞങ്ങൾ വിവരിക്കട കാണ്ട്. ഈ സുബ്ഹാനല്ലാഹ് അപ്പോഴായിട്ട് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു യസർത്താവുടത് പെട്ടെന്ന് പേടിച്ചു പോയിട്ട് അബ്ദുല്ലാഹി മുബാറക് ചൊന്നേനെ ചെറിയ ആളല്ല, ആരിഫും സാഹിദുമായിട്ടുള്ള താബീങ്ങളിൽപ്പെട്ട ഹിജ്റ 100-ാം വർഷത്തിൽ ജീവിച്ച ഗണിക്കത്തെ വലിയ മഹാനായ മുഅഫ്ഫഖ് റളിയല്ലാഹു അൻഹു അയാൾ അപ്പമേ നേരെ അവിടുത്തെ അതാ ദിമഷ്ക് ലക്ഷ്യം വെച്ചിട്ട് ഡമസ്കസ് അയാൾ പോണ്ടത് കാണ്ട് നേരെ പോണ്ടത് ഡമസ്കസ് ആയിട്ട്. ആ ഡമസ്കസ് അയാൾ പോയിട്ട് ഈ മുഅഫ്ഫഖ് ചൊല്ല ഗണിക്കത്തെ മനുഷ്യരെ തേടി പോയിട്ട് ആറായിട്ട് റായത്തിൽ മുഅഫ്ഫഖ് ചൊല്ല ഗണിക്കത്തെ ചുറുപ്പ് തിന്നുര ഗണിക്കത്തെ മനുഷ്യ ആറായിട്ട് കൂടെ ഉള്ളൂ. അപ്പൊ അയാളെ അഡ്രസ്സും ലൊക്കേഷൻ എല്ലാം കിട്ട് നേരെ അയാൾ ഔത്ര ബായിലേക്ക് പോയിട്ട് ഒന്ന് ബായിൽ തട്ടിട്ടാ ഒരാൾ വന്ന് ബായിലെടുക്കിട കാണ്ട് ബായിലെടുത്തിട്ടാ അയാൾ കേക്കിട്, നിങ്ങ മുഅഫ്ഫഖ, നിങ്ങളെ പേര് മുഅഫ്ഫഖാണ്ട് കേക്കിട്. അയാൾ ചൊല്ലു,
യെസ് നിന്റെ പേര് മുവഫഖായിട്ടിക്കിട് നാണ് മുവഫഖായിട്ടിക്കിട് നിങ്ങ എന്തൊരു സൊറാക്കിക്കൊണ്ടുള്ള നാട് ചൊറുപ്പ് തിന്നിട്ട് എങ്ങനെ ചെറിയൊരു നൈപ്പുൽ പോയോണ്ടുള്ള അപ്പൊ അയാള് കേക്കിട് അല്ല നാണ് മുഞ്ഞാണ്ട് മക്കത്തില് ഹജ്ജെല്ലാം കഴിഞ്ഞിട്ട് ഒരു കിണാവ് കാണ്ടേ ആ കിണാവിലും നിങ്ങ ഹജ്ജിക്ക് വന്നില്ലാണ്ട് കണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഹജ്ജ് കബൂലാക്കിയല്ലേ. മാത്രമല്ല നിങ്ങളെ കാണാൻ കൊണ്ടിട്ട് 6 ലക്ഷം ഹാജിമാരെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയല്ലേ. ഈ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അയാളെ വിഷയം ചൊല്ലുമ്പോ അയാളെ സ്റ്റോറി അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ചൊല്ലു. എന്തൊരു സ്റ്റോറി ചൊല്ലോ. അയാൾ ചൊല്ലോ നാണൊരു ചുറുപ്പു തുന്നര കണിക്കത്ത മനുഷ്യായിട്ടിക്കിട് നന്റെ ചമ്മക്കാലത്തെ ആസയും അഭിലാഷയും ആഗ്രഹവുമായിട്ടിക്കിട് ഒന്ന് ഹജ്ജിക്ക് പോണോ, ഒന്ന് മസ്ജിദുൽ ഹറാം കാണണോ, ഒന്ന് കഅബ കാണണോ, ഒന്ന് ഹജ്ജുൽ അസ്വദ് മുത്തണോ, ഒന്ന് മദീന പോണോ, ഒന്ന് ഹജ്ജ് ചെയ്യണോ, തവാഫ് ചെയ്യണോ, സഅയ് ചെയ്യണോ ചൊല്ലത് നന്റെ എപ്പത്തമാ വലിയ ഒരു ആസയായിട്ടിക്കിട് ആഗ്രഹമായിട്ടിക്കിട്. ഏതൊരു മുസൽമാനുകും ഏതൊരു മുഅ്മിനുകും സദാസമയം അവന്റെ മനസ്സിൽ വേണായകടിക്കത്തൊരു ആസയായിട്ടിക്കിട് ഹജ്ജിക്കും ഉംറത്തുക്കും അതേപോലെ മദീനത്ത് ഒന്ന് എത്തണം ചൊല്ലത് ഒരു മുസൽമാന്റെ പോലത്തെയും ഒരു ആസയും ആഗ്രഹവുമായിട്ടിക്കിട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെതാ അയാൾ ചൊല്ലു നന്റെ പോലത്തെ ഒരു ആസയായിട്ടിക്കിട്. അങ്ങനെ നാണ് ചെറുപ്പ് തിന്നുമ്പത്തുകോ അത് ആ നൈപ്പിൽ കിട്ടകണിക്കത്തെ ചെറിയൊരു കാസ് നാണതാ എടുത്തു വെച്ചോണ്ടിന്ന് ഒരു ജാഗിൽ ഈ കാസ് ഇങ്ങനെ പിടിച്ചിട്ട് കൊറിയ പൈസ നാണ് ഹജ്ജിക്ക് വേണായിട്ട് പോകുവേനായിട്ട് നന്റെ ഒരു ഡബില് നാണ് ഇട്ട് വെച്ചോണ്ടിന്ന്. അങ്ങനെതാ 300 ദിർഹം ഈ ബട്ടനക്ക് 300 ദിർഹമായിട്. ഈ 300 ദിർഹമില് നക്ക് ഹജ്ജിക്ക് പോകില്ല കണിക്കത്തെ വ്യവസ്ഥ ആയിട്. അങ്ങനെ നന്റെ മനസ്സിക്ക് വലിയ സന്തോഷമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ 300 ദിർഹം വെച്ചിട്ട് ഈ വർഷം നക്ക് ഹജ്ജിക്ക് പോകണമെന്ന് ചൊല്ലത് നന്റെ വലിയ ആസയും ആഗ്രഹവുമായിട്ട് ഇന്ന് അങ്ങനെ ആയിട്ടിക്കിട് നാണിങ്ങനെ ആശിച്ചോണ്ട് ആഗ്രഹിച്ചിട്ട് ഭാര്യ സന്തോഷത്തിലിരിക്കുമ്പോ അതാ അണ്ടത്തെ ജാവുകയും നന്റെ നിരക്കരല് അതാ നല്ല ഇറച്ചി ചുട്ട കണിക്കത്തെ നല്ല ഒരു സ്മെല്ല് പണ്ടകാണ്ട് നല്ലൊരു മണ അടിച്ചുകൊണ്ടുണ്ടു. ഇറച്ചില് നല്ല ഫ്രൈ ആക്കിട കണിക്കത്തെ ചുട്ട കണിക്കത്തെ നല്ലൊരു സ്മെല്ല് നല്ലൊരു മണ നന്റെ ഔത്തുക അടിച്ചുകൊണ്ടുണ്ടു. നന്റെ പെഞ്ഞായി കർപ്പുഞ്ചായിട്ടുള്ള കണിക്കത്തെ നന്റെ പെഞ്ഞായി ചൊന്നാല് മാപ്പല്ലൊട്ടിക ദാ നനക്ക് വലിയ ആശായോണ്ടുണ്ടു. നിങ്ങ അപ്പുറത്തൗത്തുക്ക് പോയിട്ട് അങ്ങ് ഇറച്ചി ചുട്ടുകൊണ്ടുള്ളാറല്ലേ ചെറിയൊരു പീസ് ഇറച്ചി കിട്ടുവാണ്ട് നിങ്ങ കേക്കൊരു നക്ക് വലിയ ആശായോണ്ടുണ്ടോ. നിങ്ങ അപ്പുറത്തോത്തുക്ക് പോയിട്ട് ഒരു പീസായെങ്കിൽ ഒരു പീസ് ഒരു ഇറച്ചിനെ കണ്ട നിങ്ങ കൊമ്പറും ചുന്നിട്ടു മാപ്പുലിടെ അതാ നിരക്കല്ലുള്ള കണിക്കത്തെ ഔത്തുകു അതാ കടുത്തിട്ടാമ്പോ ഈ മുഅഫഖ് ചൊല്ല കണിക്കത്തെ ആള് ജാവുടെ ടൈം ആയിട്ടിക്കിട് അയാൾ അതാ അപ്പുറത്തൗത്തുക്ക് പോയിട്ട് ആ ഉമ്മടെ വിളിക്കിട് ഉമ്മ നിങ്ങൾ ഔത്തുൽ ഇറച്ചി ചുട്ടുകൊണ്ടുള്ളാറല്ലേ ഒരു പൂല് നന്റെ പെഞ്ഞായിക്ക് നിങ്ങൾ തറുവാറ അവൾ കർപ്പുഞ്ചായിട്ടിക്കിട് അവൾ വലിയ ആസലുള്ള ആള് ഒരു പീസ് നിങ്ങൾ തറുവാറാണ് കേട്ടിട്ടാകുമ്പോ ബഹുമാൻ ആ ഉമ്മ ഔത്ര ഉമ്മ ഈ മുഅഫഖ് ചൊല്ല ആലയിൽ ചൊല്ലു ഹലാലുൽ ലനാ വ ഹറാമുൻ അലൈക്കും. ഈ ഇറച്ചിര പൂലുണ്ടല്ലേ നങ്ക ഹലാലായിട്ടിക്കിട് ഇത് നിങ്ങൾക്ക് തിന്നുക ഹറാമായിട്ടിക്കിട് നിങ്ങൾക്ക് തിന്നുക അവകാശം ഇല്ല ഹറാമായിട്ടിക്കിട് നക്ക് ഇത് ഹലാലായിട്ടിക്കിട്. അപ്പൊ മുഅഫഖ് കേക്കിട അതെന്തോ അങ്ങനെ നിങ്ങക്ക് ഹലാല് നങ്ക ഹറാം അതെന്താ അങ്ങനത്തെ ഒരു ഇറച്ചി. ആ ഉമ്മ ചൊല്ലു നന്റെ മാപ്പുല മരിച്ചിട്ട് കുറെ ടൈം ആയിട്ട് നക്ക് യതീമായിട്ടുള്ള കൊറിയ മക്കങ്ങ ഉണ്ടു. ആ മക്കങ്ങക്ക് ഒരു നേരം തിന്നുകു കഞ്ഞി കുടിക്കുക ഗതിയില്ലാട്ട് വലിയ ദുഃഖത്തിലും ബേജാറിലുമായിട്ടിക്കിടുള്ളൂ. ഇന്റെ പാതിരാ സമയത്ത് ഈ ജാവുടെ സമയത്ത് നന്റെ മക്കങ്ങക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക വേണായിട്ട് ഒരു തന്നി സമയത്ത് നന്റെ ഔത്തുലില്ല നന്റെ മക്ക പട്ടിണി കിടന്നിട്ട് ബൊബ്ബയിട്ടുകൊണ്ട് ബുൾപുട്ടുകൊണ്ടുള്ള അങ്ക് എന്തൊരു കൊടുക്കണോണ്ട് നക്ക് ഒന്നായോണ്ടില്ല. അങ്ങനെ ആയിട്ട് നാണ് ഈ തെരുവിലിങ്ങനെ നടന്നോ പോയിട്ടാകുമ്പോ അതാ ഒരു കത്ത് എപ്പമാ ചത്തുപോയ കണിക്കത്തൊരു കത്ത് അതാ അവിടെ കാണ്ട് ആ കത്തരെ ഡെഡ് ബോഡി കണ്ടിട്ടാകുമ്പോ നാളൊരു കത്തി എടുത്തിട്ട് അതിലതാ ഇറച്ചിയുടെ ഒരു ഭാഗം പീസാക്കിട്ട് ഇതാ കൊമ്പന്നിരുന്നാണ്. ഈ ചീഞ്ഞനാരെ കണിക്കത്തെ എത്രയോ നാളായിട്ട് ചത്ത കണിക്കത്തെ ഈ ഇറച്ചിരതാ കൊമ്പന്നിട്ട് ചന്ത കൽകിട്ട് ഇതാ ഭേപ്പാട്ടിട്ട് നന്റെ മക്കളെ പട്ടിണിക്ക് അങ്ങായി പൈച്ചി തെച്ചോണ്ടോ അങ്ങനെ പസിയടുക്കുക വേണായിട്ട് അങ്ങനെ ബുൽപ്പു നിപ്പ
നിപ്പാട്ടുകേനായിട്ട് ഈ ഇറച്ചി ഞാൻ ചുട്ടിട്ടു, ഈ മക്കുകേനായിട്ട് കൊടുക്കുകേനായിട്ട് നാട് ചുട്ടുകൊണ്ടുള്ളൂ. നടത്ര വലിയ ദുഃഖത്തിലായിട്ടിക്കിട്, നന്റെ മക്കങ്ങ വലിയ ബേജാറിലായിട്ടിക്കിടുള്ളോണ്ടു. ആ ഉമ്മ ചൊല്ലുമ്പോ ഈ മുഅഫ്ഫഖ് ചൊല്ലാലെ മനസ്സില് കണ്ണിൽ വലിയ കണ്ണിടെ തന്നി വന്നു പോയിട്ട് സുബ്ഹാനല്ലാഹ്. നന്റെ അയൽപ്പക്കത്തില് നന്റെ നിരക്കരല് ഒരു നേരെ കഞ്ചി കുടിക്കുകയില്ലാത്ത കടിക്കത്തെ കുടുംബ നന്റെ ചുറ്റുഭാഗത്തിൽ ഉണ്ടാൻ ചൊന്നിട്ടു. അയാളെ കണ്ണിലിതാ കണ്ണിടെ തന്നിങ്ങനെ ഒലുകി പണ്ട് നേരെ ഔത്തുക ഓടിപ്പോണ്ടയാൾ ഹജ്ജുകേനായിട്ട് എത്രയോ കാലം ആശിച്ചിട്ട് കൊതിച്ചിട്ട് അയാളെ ചെറിയ നൈപ്പിൽ വെച്ച് കണിക്കത്തെ ആ ഡബ്ബിൽ വെച്ച് കണിക്കത്തെ 300 ദിർഹം അതിരെ കൊമ്പന്നിട്ട് ആ ഉമ്മയുടെ കയ്യിൽ കൊടുക്കണുമ്മ. ഇതാണ് ഹജ്ജുകേനായിട്ട് വെച്ച് കണിക്കത്തെ കാസായിട്ട് കിടിയത്, ഈ പൈസയായിട്ട് കിടിയത്. ഇത് നിങ്ങ വെച്ചൊല്ലറോ, നിങ്ങ ഇത് പിടിച്ചൊല്ലറോ, നിന്റെ കയ്യിൽ ഇത് മാത്രമായിട്ട് കിടുള്ളോ. നിങ്ങളെ മക്കങ്ങക്ക് എത്തിയുമായ മക്കങ്ങക്ക് ഈ കാസിൽ നിങ്ങ എന്തെങ്കിലും ഭയത്ത് കൊടുക്കറോ ചൊന്നിട്ടു. ആ മനുഷ്യ മുഅഫ്ഫഖ് ചൊല്ലി കടിക്കത്തെ മനുഷ്യ ഈ ഹജ്ജിಗೆ വെച്ച് പോയി കാസ് കൊടുത്തിട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ ഹജ്ജ് ആക്കില്ലാണ്ട് കണ്ടെങ്കിലും, മക്കത്തേക്ക് പോയിട്ടില്ലാണ്ട് കണ്ടെങ്കിലും, തവാഫ് ആക്കില്ലാണ്ട് കണ്ടെങ്കിലും, സഅയും ബിനത്തും പോയില്ലാണ്ട് കണ്ടെങ്കിലും, ഈ ഡമസ്കസിൽ വെച്ചിട്ട് മുഅഫ്ഫഖ് ചൊല്ലി കടിക്കത്തെ മനുഷ്യയുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് കണ്ടെങ്കിൽ അയാളെ കാണും കൊണ്ടിട്ട് 6 ലക്ഷം പണ്ട് കണിക്കത്തെ ഹാജിമാരെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ട് കണ്ടെങ്കിൽ ഓ മനുഷ്യ നിങ്ങൾ അർത്ഥാക്കണോ, ഇത്ര ആൾമാർ നിങ്ങൾ ആക്കിടെ സഹായ, ഇത്ര ആൾമാർ കൊടുക്കടെ കണിക്കത്തെ ദാനധർമ്മ നിങ്ങൾ നിരക്കറിലുള്ള കണിക്കത്തെ ആൾമാർക്കും ഇത്ര ആൾമാർക്കും നിങ്ങൾ ആക്കിടെ കണിക്കത്തെ സോഷ്യൽ വർക്ക് ഉണ്ടല്ലേ, ഹജ്ജിനെക്കാളും ഉംറത്തെക്കാളും എത്രമാത്രം ബലിയായിട്ട് ഒന്ന് നിങ്ങൾ ആലോചനാക്കി നോക്കറോ. അത്രമാത്രം നിങ്ങൾ അർത്ഥാക്കണായ കണിക്കത്തൊരു വിഷയമായിട്ട് ഇത്ര ആൾമാർക്കുള്ള സഹായം സഹകാരാൻ ചൊല്ലത്. അതുകൊണ്ട് സ്വാർത്ഥ ലോകത്തിൽ നിന്നിട്ട് പുറത്തു വന്നിട്ട് ഇത്ര ആൾമാർ നിങ്ങൾ കൈപിടിക്കുക. റമദാന് മാത്രമല്ല സ്വതക്കത്തുകൊല്ലോ, ചില ആൾമാർ അങ്ങനെ നിരിച്ചു പോയിടാർ. റമദാന് വന്നെങ്കിൽ മാത്രമായിട്ട് ഇവിടെ സ്വതക്ക കൊടുക്കണായി, പള്ളി കൊടുക്കണായി, മദ്രസത്ത് കൊടുക്കണായി. അല്ല, നിന്റെ ചുറ്റുഭാഗത്തിലുള്ള കണിക്കത്തെ ഏതൊരു പാവപ്പെട്ട മനുഷ്യയും കണ്ടെങ്കിലും തേടി പിടിച്ചിട്ട് അവനെ നീ സഹായിക്കുമ്പോയിട്ടിക്കിട് നിന്റെ ഒരു മനുഷ്യാണ്ട് ചൊല്ലുകൊണ്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയതായിട്ടിക്കിട്. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ ഈ സമയത്തിൽ ചമ്മ നീട്ടിട്ട് നാ ചൊല്ലുല്ല, ഈ സമയത്തിൽ നിങ്ങൾ ചൊല്ലുള്ളത് ഇത്ര ആൾമാരൊട്ടിക്ക് നിങ്ങൾ കിർഫ കാട്ടുക, ഇത്ര ആൾമാർക്ക് വേനായിട്ട് നിങ്ങൾ ഓടി നടക്കുക, ഇത്ര ആൾമാരെ സഹായിക്കുക. നിങ്ങൾ ആർക്കും കാണുക വേണായിട്ടല്ല, ആരും ഞങ്ങളെ ചൊല്ലണോണ്ട് വേണായിട്ടല്ല, ഞങ്ങളെ ഗുരുത്തിസലോണ്ട് വേണായിട്ടല്ല. പിന്നമാ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബുക വേണായിട്ടായിട്ടിക്കടല്ലേ പരിശുദ്ധമായ ഖുർആൻ ചൊന്നു. വൽ അസ്ർ കാലത്തെ തന്നെ സത്യമായിട്ടിക്കട്. ടൈമിന് അല്ലാഹു തആല സത്യമായിട്ട് ചൊല്ലു. ടൈമോൻ ചൊല്ലത് ഒരു മനുഷ്യരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിട്ടിക്കട്. ഞങ്ങളെ ടൈമോൻ ചൊല്ലത് ഇന്നലെ നഷ്ടപ്പെട്ട ഇന്നലെ തിരിച്ചെടുക്കുക സാധ്യമല്ല. കഴിഞ്ഞു പോയ ഒരു സെക്കൻഡ്, കഴിഞ്ഞു പോയ ഒരു മിനിറ്റ്, കഴിഞ്ഞു പോയ ഒരു ഗണ്ട, കഴിഞ്ഞു പോയ ഒരു നാള് ഞങ്ങളുടെ ലൈഫിൽ ഇനി തിരിച്ചു പറയില്ല. ഞങ്ങൾ ഒരു യാത്രയിലായിട്ടിക്കുള്ളൂ. ഞങ്ങളെ അള്ളാഹു കണക്കാക്കിയ ഒരു ആയുസ് ഉണ്ട്. ആ ആയുസ്സിൽ ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയോണ്ടുള്ള ആ ആയുസ്, ഈ ഓട്ട ഞങ്ങളെ ഈ ജർണി വാടകയായിട്ടിക്കുള്ളൂ. അത് കബറുകായിട്ടിക്കിട്. കബറ് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയോണ്ടുള്ള യാത്രയായിട്ടിക്കിട്. ഞങ്ങളെ ആയുസ് ചൊല്ലത് നിങ്ങൾ ഔത്തൊരു ഗണ്ടയില്ലേ, ആ ഗണ്ടയുടെ മുള്ളിങ്ങനെ തിരത് നിങ്ങൾ നോക്കിയിട്ടില്ലേ? അത് ഞങ്ങളെ ആയുസ് ഇങ്ങനെ തീനോട്ട് പണ്ടായിട്ടിക്കിട്ട് ഞങ്ങൾ ഓരോരുത്തരും ആലോചന ആക്കണു. അതുകൊണ്ടായിട്ടിക്കിട് ആയുസ് ചൊല്ലത്, ടൈമും ചൊല്ലത് മനുഷ്യരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടിക്കിട്. അതുകൊണ്ടായിട്ടിക്കിട് ആ ടൈമിനെ പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോമിസ് ആക്കിയത് വൽ അസ്ർ ടൈമിടെ ആയിട്ടിക്കിട് സത്യം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, മുസ്ലിം മനുഷ്യന്മാരെ കൂട്ടത്തില് ഏറ്റവും നിഅമതാനി മഗ്മൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, ഏറ്റവും കൂടുതൽ ആൾമാർ മറന്നു പോണ്ട കണിക്കത്തെ രണ്ട് വിഷയമുണ്ട്. അങ്ങ് അതിന്റെ വിഷയത്ര വാല്യൂടെ സംബന്ധിച്ചിട്ട് അങ്ങ് തിരിച്ചറിയില്ല, അങ്ങ് നെനപ്പില്ല. അതിന്റെ വാല്യൂ എത്രയായിട്ട് അങ്ങ് അർത്ഥാക്കിക്കൊണ്ടില്ല. അത്രമാത്രം വാല്യൂ അതിന്റെ വാല്യൂ ആക്കുകയും സാധ്യമല്ല, വിലക്കെട്ടಲು സാധ്യമല്ലാത്ത കണിക്കത്തെ അങ്ങനത്തെ രണ്ട് നിഅമത്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്. ഒന്ന് മനുഷ്യരുടെ
ആരോഗ്യമായിട്ടിക്കട് അള്ളാഹു തന്നെ ആരോഗ്യം ചൊല്ലത് അത് നഷ്ടപ്പെട്ടിട്ടാവായിട്ടിക്കട് അതിരെ വാല്യൂ എന്തോ അതിരെ പവർ എന്തോണ്ട് ഞങ്ങൾ അർത്ഥാവടോ ആരോഗ്യമുള്ള കാലത്തില് ആരോഗ്യത്തെ അർത്ഥാക്കുക ഞങ്ങൾക്ക് ആർക്ക് സാധ്യമായോണ്ടില്ല സുബ്ഹാനല്ലാഹ് ഇന്റെ ആരോഗ്യത്തെക്കാളും അനാരോഗ്യ ആറായോണ്ടുണ്ട് അള്ളാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു മനുഷ്യന്റെ ടൈം അത് അവന് മറന്നു പോണ്ട ആ നിഅമത്തിനെ സംബന്ധിച്ചിട്ട് അവനക്ക് യാതൊരു നിലക്കുള്ള ബോധമിക്കില്ലാണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നടിക്കത്തെ വിഷയമായിട്ടിക്കട് അതുകൊണ്ടായിട്ടിക്കട് ആ ടൈമിടെ സത്യം ഇട്ടിട്ട് വൽ അസ്ർ ടൈം അതാ അതിരെ സത്യയിട്ട് അല്ലാഹു തആല ചൊല്ലു ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മനുഷ്യ നീ നഷ്ടത്തിലായിട്ടിക്കട നീ പരാജയത്തിലായിട്ടിക്കട നീ സോത്തുപോയവനായിട്ടിക്കടാട്ടെ പരിശുദ്ധമായ ഖുർആൻ ചൊല്ല് ഞങ്ങൾ സോത്തുപോയേണ്ട കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് പിന്നെ വിജയിക്കുക സാധ്യമുണ്ട് ഒന്ന് അർത്ഥാക്കി നിങ്ങൾ നോക്കറോ മനുഷ്യ സോത്തുപോയാണ്ട് കണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വിജയിക്കുക വേണായിട്ട് അതാ മനുഷ്യന്മാരായിട്ടുള്ള ഞങ്ങളെ പടച്ചറ ഞങ്ങൾ സോത്തുപോയേണ്ട കണ്ടെങ്കിൽ ഞങ്ങളെ അവസ്ഥ എന്തോ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു ആരായിട്ടിക്കട വിന്നായോണോ ജയിക്കടവണ ആറ് സക്സസ് ആവണ ആറ് ഇല്ലല്ലദീന ആമനു ഈമാനുള്ള ഗണിക്കത്ത മനുഷ്യന്മാർ ഈമാനുള്ള ഗണിക്കത്ത ആൽമാർ അല്ലാഹുൽ അജഞ്ചലമായിട്ട് വിശ്വസിക്കുന്ന ഗണിക്കത്തെ ഏത് കഷ്ടപ്പാട് പറയുമ്പം ഏത് ദുഃഖവും ഏത് ബേജാറും പറയുമ്പോ അതാ ആത്മഹത്യ ആക്കാത്ത സുസൈഡ് ആക്കാത്ത ഗണിക്കത്ത ആൽമാർ ഇന്റെ സുസൈഡ് ആക്കുന്നതായിട്ട് ഇക്കടെ കണ്ടോണ്ടുള്ളൂ ചെറിയ മക്കളെ പിടിച്ചിട്ട് ബാലക്കാരെ പിടിച്ചിട്ട് വയസ്സിറങ്ങ സമയത്ത് ഇന്റെ വലിയ വലിയ ആൾമാരുടെ സമയത്ത് ഇന്റതാ ജീവനടക്കിട ഗണിക്കത്തെ സുസൈഡ് ആക്കിട ഗണിക്കത്തെ ആത്മഹത്യ ആറായിട്ടുള്ള ഗണിക്കത്തെ ഇന്നത്തെ കർണാടകത്തെ കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ നാളിലും 100 ആളായിട്ട് കിടക്കുന്ന കർണാടകത്തിൽ മാത്രം ആത്മഹത്യ ആക്കിക്കൊണ്ടുള്ളേ അതിലെ കണക്കൊന്ന് നിങ്ങൾ എടുത്തു നോക്കറോ ഓരോ നാളിലും 100 കണക്കിൽ ആൾമാർ അങ്ങനെ ആയുസ് തീർത്ത് ആയുസ് നശിപ്പിച്ചിട്ട് ആത്മഹത്യാഗ്രഹിക്കത്തൊരു സാഹചര്യം ഉണ്ടല്ലോ ഓ മുഅ്മിനീങ്ങളെ ഉറപ്പ് പിരിസത്തിന്റെ സഹോദര സഹോദരിമാരെ എത്ര കഷ്ടപ്പാട് ജീവനത്തിൽ വന്നേണ്ട് കണ്ടെങ്കിലും എത്ര ടെൻഷൻ വന്നേണ്ട് കണ്ടെങ്കിലും ഇത് ദുനിയാവായിട്ടിക്കട് ഇതുവിടെ ശാശ്വതമായിട്ട് ഞങ്ങൾ സുഖിക്കണായ ജോലിയാക്കണായ ഒരു റായമല്ല ദുനിയാവും ചൊല്ലത് അത് സ്വർഗമായിട്ടിക്കട് സ്വർഗത്തില് ടെൻഷൻ ഇല്ല സ്വർഗത്തില് ബേജാറില്ല സ്വർഗത്തില് ദുഃഖമില്ല അതേ സമയത്തില് ഈ നരകാൻ ചൊല്ലത് ദുഃഖം മാത്രമുള്ള ഗണിക്കത്ത ഒരു ജാഗയായിട്ടിക്കട് ഈ ഭൂമി ഈ ദുനിയാവും ചൊല്ലത് ഇത് സുഖ ദുഃഖ മിശ്രിതമായിട്ടിക്കട് ഇവിടെ എപ്പോഴും സുഖിച്ചോണ്ട് ഇവിടെ നിരിക്കാണ്ട് ആരും നിരിക്കട വേണ്ട എപ്പോഴും ദുഃഖാണ്ട് ഇവിടെ ആരും നിരിക്കട വേണ്ട ഇന്ന മഅൽ ഉസ്രി യുസ്റ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ഗണിക്കത്ത ഒരു വിഷയമുണ്ട് അതാ അല്ലാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നഗണിക്കത്തൊരു ഫലക്കമുണ്ട് ഇന്ന മഅൽ ഉസ്രി യുസ്റ ഏത് കഷ്ടപ്പാട് നിങ്ങൾ വന്നേണ്ട് കണ്ടെങ്കിലും എത്ര ബേജാറ് നിങ്ങൾ ലൈഫിൽ വന്നേണ്ട് കണ്ടെങ്കിലും യുസ്റ ഇണ്ടല്ലെങ്കിലും നാളെ നിങ്ങളെ കഷ്ടപ്പാട് നിങ്ങളെ ദുഃഖത്തുക നിങ്ങളെ ബേജാറ് പോയിട്ട് സന്തോഷം പറകൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ഖുർആനായിട്ട് ഇക്കടെ പഠിപ്പാട്ടിയോ അതുകൊണ്ട് നിങ്ങൾ ആശമുറിയണ്ട ലാ തഖ്നതു മിർ റഹ്മത്തില്ല നിങ്ങൾ ആശമുറിഞ്ഞു പോയിരണ്ട അല്ലാഹുനക്ക് എന്തേ ഇത്രമാത്രം ബേജാറുണ്ടോ ഇത്രമാത്രം സീക്കുന്നുണ്ടോ ഇത്രമാത്രം ടെൻഷൻ തണ്ടോണ്ട് ബേജാറായി പോയിരണ്ട നിങ്ങൾ അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടായിട്ടിക്കട് നിങ്ങളുടെ ലൈഫിൽ ഇത്ര ബേജാറും ദുഃഖവും വേണ്ടത് അത് മാത്രം നിങ്ങൾ സഹിക്കുമ്പോഴോ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫിൽ ജിന്ദഗിയിൽ എത്രമാത്രം കഷ്ടപ്പാടായിട്ടിക്കട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചിട്ടുള്ളൂ സ്വന്തം മക്കളെ സമേത ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ വെച്ചില്ലേ 6 മക്കളെ സമേത സ്വന്തം കയ്യിലെടുത്തിട്ടായിട്ടിക്കട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ വെച്ചറോ അത്രമാത്രം ദുഃഖങ്ങ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഞങ്ങളെ നേതാവ് ജീവനത്തിൽ വന്നിട്ട് നേണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ലൈഫിലും ചമ്മ ടെൻഷനും ബേജാറും പുറത്തുകോ വേണ്ടാത്തൊരു ചിന്തന മന്ദിരണ്ട നീ സുസൈഡ് ആക്കുന്ന വിഷയത്തില് അല്ലെങ്കിൽ ജീവൻ നശിപ്പി
നശിപ്പിക്കണ എനിക്കെത്ര ആലോചന ഞങ്ങളെ ലൈഫിൽ വന്നിരണ്ട. പ്രത്യേകിച്ച് ഉമ്മ ബാപ്പന്മാരൊട്ടിಗೆ ചൊല്ലുകൊള്ളത് ഞങ്ങളെ മക്ക സമയത്ത് എന്റെ ആത്മഹത്യാക്കടെ എനിക്കെത്ര അവസ്ഥക്ക് ദുരന്തത്തുക്ക് പോയോണ്ടുള്ളാർ. നിങ്ങൾ മുന്നാത്ത പേപ്പർ ഓതിയിട്ടില്ലേ? ഉമ്മ മൊബൈല് കേട്ടിട്ട് കൊടുക്കാത്തേക്ക് വേണായിട്ട് റൂമിൽ പോയിട്ട് ആത്മഹത്യാക്കിടക്കത്തെ മോണ്ട് ഒരു സ്റ്റോറി നിങ്ങൾ ചിലപ്പോ പേപ്പറിൽ നിങ്ങൾ ഓതിട്ടിക്കുക. മൊബൈല് കേട്ടിട്ട് ഉമ്മ കൊടുക്കാത്ത ഒരേ ഒരു കാരണത്തിക്ക് മോണ് പോയിട്ട് ആത്മഹത്യാക്കിടക്കത്തെ അവസ്ഥക്ക് ഇന്നത്തെ ഈ ശതമാനം എത്തിപ്പോയി തിന്നേണ്ടെങ്കിൽ ഓ ഉമ്മമാരെ, ഓ ബാപ്പമാരെ, മക്കളെ വിഷയത്തിൽ ചമ്മ ജാഗ്രത ആക്കേണ്ട ഒരു കാലമായിട്ട് ഞങ്ങളെ മക്കളുടെ ഞങ്ങൾ ചമ്മ പിരിസ് കൊടുത്തോണ്ടുള്ള ഉസ്താദ് ഒന്ന് അടിച്ചേണ്ട കണ്ടെങ്കിൽ ഒന്ന് കാതിങ്ങനെ പിടിച്ചേണ്ട കണ്ടെങ്കിൽ അപ്പ ബാപ്പത വന്നിട്ടായി താറിലെന്നെ മോണ്ട് തൊട്ടോൻ ചൊല്ലിക്കത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ ബാപ്പമാർ എത്തിപ്പോയോണ്ടുള്ള അതല്ല യഥാർത്ഥത്തിൽ പിരിസാൻ ചൊല്ലത്. ഞങ്ങളെ മക്കളെ കാലി പിരിസാൻ ചൊല്ലിണെങ്കിൽ എപ്പോഴും അങ്ങ് ഒരു നമ്പല പറവ് തീറ അങ്ങ് എപ്പോഴും സന്തോഷത്തിലിരിക്കണോ, എപ്പോഴും അങ്ങ് ചോക്ലേറ്റ് തിന്നോണ്ടിരിക്കണം ചെന്നിട്ടോ അങ്ങതല്ല യഥാർത്ഥത്തിൽ പിരിസ. ഞങ്ങളെ മക്കൾക്ക് എന്തൊരു കഷ്ടപ്പാടുണ്ട് കൊന്താവണോ, എന്തൊരു ബേജാറുണ്ട് കൊന്താവണോ. ഒരു ബേജാറ് വരുമ്പോ അതിന് എങ്ങനെ പരിഹാരം കാണണോ, സൊല്യൂഷൻ കാണണോ ചെന്നിട്ടോ ഞങ്ങളെ മക്കങ്ങ് അർത്ഥാക്കി കൊടുക്കുമ്പോയിട്ടിക്കടെ അങ്ങനെ ലൈഫിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ, ടെൻഷൻ വരുമ്പോ അതൊക്കെ പരിഹാരം കണ്ടെത്തുന്നത് സാധ്യമാവിടെ. അല്ലാണ്ട് നിങ്ങൾ ഇത്ര ലാലനല് പാലനല് എപ്പോഴും വലിയ സന്തോഷത്തില് എപ്പോഴും മക്ക കേട്ടതെല്ലാം കൊടുത്തിട്ടു വേണായ മൊബൈലും വേണായ എന്തെല്ലാം വ്യവസ്ഥകളുണ്ടാ എല്ലാ വ്യവസ്ഥകളാക്കി കൊടുക്കലല്ല. പിരിസാൻ ചൊന്നേട് കണ്ടെങ്കിൽ മക്കക്ക് പിരിസാൻ ചൊന്നേട് കണ്ടെങ്കിൽ അങ്ങക്ക് അതവ് പഠിപ്പാട്ടുക, ശിസ്തു പഠിപ്പാട്ടുക. ചെറിയ ഒരു ടൈം മാത്രമായിട്ടിക്കടെ മദ്രസത്തെ ഉൾഗ മക്ക ഇക്കറോ, ഉസ്താദുമാരെ എതിർലും മക്കങ്ങ ഇക്കടോ. ബാക്കിയെല്ലാ ടൈമിലും ഉമ്മമാരെ പാപ്പമാരെ നിങ്ങൾ ഔത്തുലും സ്കൂളിലുമായിട്ട് കൊടുക്കണോ. അങ്ക് നല്ലൊരു റോൾ മോഡൽ കാട്ടിക്കൊടുക്കണായത് ഞങ്ങളെ ഉമ്മമാരെ, ഞങ്ങളെ ബാപ്പന്മാരെ അത് പിന്നെ ഏറ്റവും കർത്തവ്യമുള്ള ഒരു വിഷയമായിട്ടിക്കട്. അതുകൊണ്ട് ആ വിഷയ ഞാൻ ചൊന്നുകൊണ്ടുള്ള കാണുന്നെങ്കിൽ ആത്മഹത്യയുടെ വിഷയം വരുമ്പോഴത്തേക്കോ ഇണ്ട് ഞങ്ങൾ ചെറിയ മക്ക സമയത്ത് ആത്മഹത്യ ആക്കിക്കൊണ്ടുള്ള എനിക്കെത്തൊരു സാഹചര്യമായിട്ടിക്കട്. പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുല്ലേ, ലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ ആത്മഹത്യ ആക്കിരണ്ട. ഇന്നഹു കാന ബിഹി റഹീമ, അല്ലാഹു റഹ്മത്ത് ചെയ്തവനായിട്ടിക്കട, വലിയ കിർഫുള്ളവനായിട്ടിക്കട. ആത്മഹത്യ ചെയ്തവനക്ക് വലിയ ശിക്ഷയായിട്ടിക്കട. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, മൻ ഖുതിൽ നഫ്സിൻ ഉദ്ദിബ ബിഹി യൗമൽ ഖിയാമ, ഏത് രൂപത്തിലായിട്ടിക്കണ ആത്മഹത്യ ആക്കിയത് അതേ അവസ്ഥയിലായിട്ടിക്കും നരകത്തിലും ശിക്ഷ ഉള്ളോണ്ട്. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ പഠിപ്പാടി കണിക്ക് തന്നെ എനിക്കെത്ര വിഷയമായിട്ടിക്കൂടെ. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു ടൈമിൽ നിനക്ക് ചൊല്ലുകൊള്ളത് ജീവിതത്തിൽ കഷ്ടപ്പാടുമുണ്ട്, ദുഃഖങ്ങളുമുണ്ട്, ബേജാറുങ്ങളുമുണ്ട്. ആ സമയത്തില് അതാ നിങ്ങൾ സബറെടുത്തേണ്ട കണ്ടെങ്കിൽ തവക്കുലാക്കിയേണ്ട കണ്ടെങ്കിൽ റബ്ബേ നീ തന്ന ഈ ഒരു ബേജാർ നാളെ സഹിക്കിടാൻ ചൊന്നിട്ടു നല്ല ഒരു നിർദ്ധാരം നിങ്ങൾ ആക്കിയാറുണ്ട് കണ്ടെങ്കിൽ വലിയ പ്രതിഫലമായിട്ടിക്കടുള്ളൂ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇല്ലല്ലദീന ആമനു, നല്ല ഈമാനുള്ള ഗണിക്കത്തെ മനുഷ്യന്മാർ, വഅമിലുസ് സ്വാലിഹാത്ത്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുടെ ഗണിക്കത്തെ നല്ല ഇഖ്ലാസോടുകൂടെ ആരെങ്കിലും കാണുക വേണായിട്ടല്ല. ഏതൊരു സംഘടന ആൾമാരൊട്ടിക്ക് ഞങ്ങൾ തക്ക് ചൊല്ലുകൊള്ളത് ഞങ്ങൾ ഇത്ര ആൾമാർ കാണുക വേണായിട്ടല്ല. ഞങ്ങളെ പ്രവർത്തനങ്ങൾ ആക്കണായത് നാളെ ഞങ്ങളെ പ്രവർത്തനം കണ്ടിട്ട് റബ്ബ് സന്തോഷിക്കണം. ഞങ്ങളെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷാവണം ചുറ്റണിക്കത്തെ നീയത്തിലായിട്ടിക്കണോ ഞങ്ങളെ ഓരോ പ്രവർത്തനം നടക്കണായത്. അതായിട്ട് പരിശുദ്ധമായ ഖുർആൻ ചൊന്നു, വഅമിലുസ് സ്വാലിഹാത്ത്, നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ആക്കിടണിക്കത്തെ ആൽമാർ അങ്ങായിട്ടിക്കടെ വിജയമുള്ളോണ്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലും, വതവാസോ ബിൽ ഹഖി വതവാസോ ബിസ് സബ്ർ. അതാ ഹഖ് കൊണ്ട് വസിയത്ത് ചെയ്യണിക്കത്തെ, നേർമാർഗത്തിൽ ജീവിക്കണിക്കത്തെ, ഇത്ര ആൽമാരെ സഹായിക്കണിക്കത്തെ, ഇത്ര ആൽമാരെ സഹായിക്കണിക്കത്തെ, വലിയ മനസ്സുള്ള ഗണിക്കത്തെ ആൾമാറാറുള്ളാറാ അങ്കായിട്ടിക്കടെ വിജയമുള്ളോണ്ട് പരിശുദ്ധമായ ഖുർആനൊക്കെ പഠിപ്പാട്ടി തന്നെ ഗണിക്കത്തുള്ള വിഷയമായിട്ടിക്കടെ. ഏതായിട്ടും എന്റെ ഫലക്കത്തേക്ക് നാളെ വിരാമം ഇട്ടുകൊണ്ടുള്ള അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളെ കാപ്പു
മിസ്കിൻ എംപവർമെന്റ് ഫൗണ്ടേഷൻ അതിലെ കാര്യക്രമ ഈ ഒരു ഗ്രൗണ്ടിലോ അൽഹംദുലില്ലാ നല്ല വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് ആയിട്ട് ഇതൊക്കെ വേനായിട്ട് സഹായിച്ച് സഹകരിച്ചുള്ള അള്ളാഹുക്കെല്ലാം വലിയ ബറക്കത്ത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞങ്ങൾ എല്ലാവരും കാര്യക്രമമായിട്ട് ഇതുകൂടെ നടക്കണേണ്ടെങ്കിലും കാപ്പും മജൂറും ഷിർവവും കീർണകെട്ടിയും വെളുപ്പും ഈ തുടങ്ങിയിട്ടുള്ള അൽഹംദുലില്ലാ ഈ പരിസരത്തിൽ അൽഹംദുലില്ലാ വലിയ ഇസ്ലാമികമായിട്ടുള്ള വലിയ അഭിവൃദ്ധി ഒന്നികണിക്കത്തൊരായമായിട്ട് ദീൻ്റെ വലിയ പിറുസപ്പാടുള്ള ഗണിക്കത്തൊരായമായിട്ട് അൽഹംദുലില്ലാ ഈ ഞങ്ങളെ കാപ്പോ മജൂറു ബെൽപ്പ് ഈ ചുറ്റുഭാഗം ചൊന്നേണ്ടെങ്കിൽ ദീൻ്റെ വിഷയത്തെ എപ്പോഴും മുന്നിലുള്ള ഗണിക്കത്തെ ഏതൊരു ഉസ്താദുമാർക്കും വലിയ സന്തോഷമുള്ള ഗണിക്കത്തെ ഒരു റായ അൽഹംദുലില്ലാ നിങ്ങളെ കാപ്പ് പരിസരത്തുള്ള ഗണിക്കത്തെ റായ ചൊല്ലത് കാണുന്നേ ചൊന്നെങ്കിൽ അത് നിങ്ങളെ ദീനിയായിട്ടുള്ള നിങ്ങളെ ബാക്കിയെല്ലാ വിഷയത്തിലുള്ള ഗണിക്കത്തെ സഹായം സഹകാരവുമായിട്ട് അൽഹംദുലില്ലാ ഞങ്ങളെ ഉമ്മമാർ അൽഹംദുലില്ലാ ഏതൊരു വിഷയത്തിലും എപ്പോഴും സഹകരിക്കണ താൽമാറായിട്ടിടാൻ ദീന്റെ വിഷയത്തിൽ ഒരു പെറവും അല്ലെങ്കിൽ ഒരു മടിയും കാണിക്കാതെ ഇരിക്കത്തെ അൽഹംദുലില്ലാ നിന്റെ ഇത്ര വർഷത്തെ കാലത്തിൽ അൽഹംദുലില്ലാ ഞങ്ങളെ ഈ പരിസരത്തുള്ള ഗണിക്കത്തൊരു പിരിസപ്പാട് ഈ പരിസരത്തിലുള്ള ഗണിക്കത്തൊരു ബന്ധങ്ങ ഈ പരിസരത്തിലുള്ള ഗണിക്കത്തെ ആ ഒരു സഹായ സഹകാര ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ആക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.